മോളെ, നീ ഇതുവരെ റെഡി ആയില്ലേ? റിസപ്ഷൻ തുടങ്ങാൻ സമയമായി. എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യാം മോളെ. അമ്മയുടെ ചോദ്യം കേട്ടാണ് ഞാൻ സ്വഭാവത്തിലേക്ക് വന്നത്. മൊബൈൽ നോക്കിയപ്പോൾ സമയം വൈകി. അവിടെ റിസപ്ഷൻ തുടങ്ങാൻ ടൈമായി. ഞാൻ വാതിൽ തുറന്നു. മുറിയുടെ ബ്യൂട്ടീഷ്യൻ വന്ന് എന്നെ ഒരുക്കാൻ തുടങ്ങി. എന്താ മോളെ, എത്ര നേരമായി നീ ഇങ്ങനെ വാതിലടച്ച് മുറിക്കകത്തിരിക്കുന്നു? ആ, അത് എനിക്ക് വയറ് നല്ല സുഖമില്ല അമ്മേ. ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് എനിക്ക് ഓക്കെ ആയിട്ടില്ല. ഏ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നല്ല ഫുഡായിരുന്നല്ലോ. 2 ദിവസമായില്ലേ നീ നേരെ ചൊവ്വ ഭക്ഷണം കഴിച്ചിട്ട്? അതിൻ്റെ ആകും. ഈ റിസപ്ഷൻ കൂടി കഴിഞ്ഞാൽ സമാധാനമായില്ലേ? മോളെ സുരക്ഷിതമായ കയ്യിൽ ഏൽപ്പിച്ചപ്പോഴാണ് അമ്മയ്ക്ക് ഒരാശ്വാസമായത്. അമ്മേ, വെറുതെ സെൻറ്റി ആകാതെ. ഓ ഇല്ല, നീ വേഗം റെഡിയായി വാ. അവിടെ ചെറുക്കൻ വീട്ടുകാരുടെ പരിപാടി തുടങ്ങി. നീ റെഡിയായിട്ട് വേണം സ്റ്റേജിൽ കയറ്റാൻ. ചെല്ല്. അമ്മ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. മോളെ, എന്താടി മുഖത്തൊരു ടെൻഷൻ? ഏയ് ഒന്നുമില്ല അമ്മേ, അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. എൻ്റെ പേര് അഭിരാമി, വയസ്സ് 26. എന്നെ കണ്ടാൽ സീരിയൽ നടി അശ്വതി നായരെ പോലെയാണ്. എൻ്റെ കല്യാണമാണെന്ന്. വരൻ UK-യിൽ സെറ്റിൽഡായ പയ്യനാണ്. പേര് അഖിൽ. ഇത് ഒരു അറേഞ്ച് മാരേജാണ്. ഞാനൊരു നേഴ്സാണ്. അമ്മയുടെ കൂട്ടുകാരി വഴി വന്ന ആലോചനയാണിത്. ഏതൊരമ്മയ്ക്കും തൻ്റെ മകളെ സുരക്ഷിതമായ ഒരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഇന്ന് എൻ്റെ അമ്മയുടെ മുഖത്ത് കാണാനുണ്ട്. പക്ഷേ എൻ്റെ ജീവിതം സുരക്ഷിതമാണോ? അതറിയണമെങ്കിൽ ഞാൻ ആദ്യം എന്നെ തന്നെ പരിചയപ്പെടുത്തണം. എനിക്ക് 12 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ് എൻ്റെ അച്ഛൻ. ആക്സിഡൻ്റ് ആയിരുന്നു. പെട്ടെന്നുള്ള മരണമായതിനാൽ മരിക്കുന്ന സമയത്ത് അത്യാവശ്യം കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നീട് അമ്മയുടെ തലയിലായി. അതോടെ ബന്ധുക്കൾ ഞങ്ങളെ അകറ്റി നിർത്തി. ആകെയുള്ള ആശ്രയം അമ്മയുടെ അനിയനായിരുന്നു. അമ്മാവനും 2 പെൺമക്കളായതിനാൽ അമ്മായിയും കഴിയുന്ന വിധം ഞങ്ങളെ മാറ്റി നിർത്തി. പിന്നീട് അമ്മ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തി പഠിപ്പിച്ചത്. 12 കഴിഞ്ഞ് അടുത്ത് എന്ത് പഠിക്കണമെന്ന് ചോദ്യമായി നിന്നപ്പോഴാണ് അമ്മയുടെ കൂട്ടുകാരി നേഴ്സിംഗ് പഠിച്ച് പുറത്തു പോയാൽ ഞങ്ങളുടെ എല്ലാ കഷ്ടപ്പാടും മാറുമെന്ന് പറഞ്ഞത്. പഠിച്ച് വലുതായി അമ്മയെ സമാധാനമായി വീട്ടിലിരുത്തണം എന്ന് പണ്ടേ മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. പഠിക്കാൻ വലിയ മിടുക്കിയല്ല, അതുകൊണ്ട് തന്നെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് വഴി എനിക്ക് ബാംഗ്ലൂരിൽ അഡ്മിഷൻ റെഡിയാക്കി തന്നു. എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയത്. എങ്കിലും പോക്കറ്റ് മണി അത്യാവശ്യം നല്ലതുപോലെ വേണ്ടി വന്നു. അമ്മയുടെ ചുരുങ്ങിയ വരുമാനവും അച്ഛൻ മരിക്കുമ്പോൾ ഉണ്ടാക്കിയ കടം തീർക്കാനത്തെ ലോണടവും ഒക്കെ കൂടി അമ്മയെക്കൊണ്ട് താങ്ങാൻ പറ്റില്ല. ആദ്യ വർഷം ഞാൻ കൂട്ടുകാരായി വലിയ ചങ്ങാത്തം കൂടാൻ പോയില്ല. കാരണം അവരൊക്കെ അത്യാവശ്യം ക്യാഷുള്ള വീട്ടിലെ കുട്ടികളാണ്. അവരുടെ കൂടെ കൂടിയാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. പക്ഷെ പയ്യെ പയ്യെ റൂമിൽ ഒരുമിച്ചുള്ളത് കൊണ്ട് അവരായി മിണ്ടും. എൻ്റെ സിറ്റുവേഷൻ അവർക്കറിയാവുന്നത് കൊണ്ട് അവരാരും എന്നെ ഒരു കാര്യത്തിലും വിളിക്കില്ല. സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് എൻ്റെ ഒരു സീനിയറായി പഠിക്കുന്ന ചേച്ചിയെ പരിചയപ്പെടുന്നത്. പേര് നീതു. ഞങ്ങൾ വേഗം അടുപ്പത്തിലായി. കോളേജിൽ വന്ന് 1 വർഷം കഴിഞ്ഞ് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയത് ഇപ്പോഴാണ്. പുള്ളിക്കാരി എന്നെ വീക്കെൻഡിൽ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകും. ഫുഡും ഡ്രസ്സുമൊക്കെ വാങ്ങിത്തരും. വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ആൾ എന്നെയും കൊണ്ടുപോയി വാങ്ങിത്തരും. മറ്റെല്ലാ ഫ്രണ്ട്സും എന്നെ ക്യാഷിൻ്റെ കാര്യത്തിൽ മാറ്റി നിർത്തിയപ്പോൾ പുള്ളിക്കാരി എന്നെ ഒരിക്കലും ആ കാര്യത്തിൽ മാറ്റി നിർത്തിയിട്ടില്ല. പുള്ളിക്കാരുടെ ഔട്ട്ലുക്കെല്ലാം എക്സ്പെൻസീവാണ്. കണ്ടാൽ ഒരു മോഡലിനെ പോലെ തോന്നിക്കും. പണക്കാരിയാണെങ്കിലും അതിൻ്റെ ഒരു ജാടയും മറ്റുള്ളവരെ പോലെ കാണിക്കാറില്ല. ഒരു ദിവസം ചേച്ചിയെ ഒരു പയ്യനായി കണ്ടു. പുള്ളിക്കാരുടെ ഫ്രണ്ട് ഓർ ലവർ ആകുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഒരിക്കൽ ഞാൻ മറ്റൊരാളുടെ കൂടെ കണ്ടു. അത് സത്യത്തിൽ ഒരു 30 വയസ്സിന് മുകളിൽ പ്രായം വരുന്ന ആളാണ്. അയാളുടെ കൂടെ കാറിൽ പോകുന്നതാണ് ഞാൻ കണ്ടത്. അന്നത്തെ ദിവസം ചേച്ചിയെ വിളിച്ചിട്ട് എനിക്ക് കോൾ കണക്റ്റ് ആയില്ല. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് പണക്കാരാകുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ആൻഡ് കണക്ഷൻസ് കാണുമല്ലോ. എങ്കിലും ബാംഗ്ലൂരിൽ പഠിക്കാൻ വന്ന ആൾക്ക് ഇത്രയും കണക്ഷൻസൊക്കെ ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നി. ഇടയ്ക്ക് ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആൾ ഒഴിഞ്ഞു മാറി. ഞാനും ആളെ കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്ന ടൈമിൽ ഒരു കോൾ ചേച്ചിക്ക് വന്നു. ആള് 1/2 മണിക്കൂറിൽ എത്താമെന്ന് മാത്രം പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. എന്നോട്
ഒരു ഓട്ടോ പിടിച്ച് ഹോസ്റ്റലിലേക്ക് പോക്കോളാമെന്നും പറഞ്ഞ് ആള് ഷോപ്പിംഗ് അവസാനിപ്പിച്ച് പോയി. എനിക്കാ സമയം എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ആള് എങ്ങോട്ടാ പോകുന്നതെന്നറിയാൻ ഞാൻ പുറകെ പോയി. ബസ് സ്റ്റാൻഡിനടുത്ത് വണ്ടി വെച്ച് ഒരു ബെൻസ് കാറിൽ കയറി പോകുന്നതാണ് ഞാൻ കണ്ടത്. അതിനെ പിന്തുടർന്ന് ചെന്നപ്പോൾ ഒരു ഫ്ലാറ്റിലേക്ക് കയറി പോകുന്നതാണ് ഞാൻ കണ്ടത്. സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് എനിക്കകത്ത് കയറാൻ പറ്റില്ല. വൈകിട്ട് 7 മണിയോടെയാണ് ഞാൻ അവിടെ എത്തിയത്. 1 മണിക്കൂർ ഞാൻ അവിടെയുള്ള കഫേയിൽ വെയിറ്റ് ചെയ്തു. പുറത്തു വരുന്നത് ഞാൻ കണ്ടില്ല. 8:30 എൻ്റെ ഹോസ്റ്റൽ ക്ലോസ് ചെയ്യും. റൂമിൽ കാണാത്തതുകൊണ്ട് കൂട്ടുകാരികൾ വിളിച്ചു. അവരോട് ഞാൻ വരാമെന്നും പറഞ്ഞു ഫോൺ വെച്ച് വീണ്ടും നീതു ചേച്ചി എപ്പോൾ പുറത്തു വരുമെന്ന് നോക്കി ഞാൻ ആ കഫേയിൽ തന്നെ നിന്നു. മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഓടിയെത്തി. ആരാണ് ചേച്ചിയുടെ കൂടെ ഉള്ളത്? സമയം ഇത്രയായിട്ടും ചേച്ചി എന്താ ചേച്ചിയുടെ ഫ്ലാറ്റിൽ പോവാതെ ഇവിടെ നിൽക്കുന്നത്? സമയം അങ്ങനെ കടന്നുപോയി. അവസാനം എൻ്റെ കൂട്ടുകാരികൾ എന്നെ വിളിച്ചു. ഇനിയിന്ന് നീ ഹോസ്റ്റലിൽ കയറണ്ട, വാറണ്ടിൻ്റെ അടുത്ത് എന്തെങ്കിലും കള്ളം പറഞ്ഞ് നിന്നോളാം എന്നും പറഞ്ഞു. സമയം 10 മണിയായി. എനിക്ക് സത്യത്തിൽ നല്ല പേടിയായി തുടങ്ങി. കഫയും ക്ലോസ് ചെയ്യാൻ ടൈമായി. ഞാൻ അവസാനം നീതു ചേച്ചിയെ കണ്ടിന്യൂ ആയി വിളിച്ച് ചേച്ചി കോളെടുത്തു. ഞാൻ ആ ഫ്ലാറ്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറുള്ള ജംഗ്ഷനിൽ നിന്നും ചേച്ചിയെ വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു. അരമണിക്കൂർ കഴിഞ്ഞ് ചേച്ചി 2 വീലറിൽ അങ്ങോട്ട് വന്നു. എന്തു പറ്റി? ഈ സമയത്ത് നീ എന്താ ഇവിടെ? ഹോസ്റ്റലിൽ കയറിയില്ലേ? എന്നെ കണ്ടതും ചേച്ചി ചോദിച്ചു. അതൊക്കെ പിന്നെ പറയാം. ചേച്ചിയുടെ ഫ്ലാറ്റിൽ എനിക്കിന്ന് താമസിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു. ആ അതിനെന്താ, നീ വായോ. നീതു ചേച്ചി എന്നെ ആളുടെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ കൂടെ 2 കൂട്ടുകാരികളുണ്ട്. അവിടെയാണെങ്കിൽ അവരിരുന്ന് വലിക്കാണ്. എൻ്റെ മുഖത്ത് ആകെ അസ്വസ്ഥതമാവുന്നത് ചേച്ചി ശ്രദ്ധിച്ചു. നീ അത് കാര്യമാക്കണ്ട, എൻ്റെ റൂമിലേക്ക് വാ, ചേച്ചി പറഞ്ഞു. ഞാനൊന്ന് കുളിച്ചിട്ട് ചേച്ചിയുടെ ഒരു ഡ്രസ്സും എടുത്തിട്ടു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഫുഡും കഴിച്ച് റൂമിൽ തന്നെ ഇരുന്നു. ചേച്ചിയും കുളിച്ചു വന്ന് എൻ്റെ അടുത്തിരുന്നു. എന്തു പറ്റി? നീ എന്താ ആലോചിക്കുന്നേ? നീ എങ്ങനെ ഈ രാത്രി അവിടെ വന്ന് സ്റ്റക്കായത്? ചേച്ചി ചോദിച്ചു. ഞാൻ ആ സമയം ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. സത്യം പറ, ചേച്ചി എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? ഏയ്, ഞാൻ നിന്നോട് എന്ത് മറയ്ക്കാനാണ്? ആണോ? എങ്കിൽ പറ, ഇന്ന് ചേച്ചി ആരുടെ കാറിലാണ് കയറിപ്പോയത്? കാറിലോ? ആ, കാറിൽ. ചേച്ചി ഒഴിഞ്ഞു മാറണ്ട, ഞാൻ ചേച്ചിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ചേച്ചി ആ ഫ്ലാറ്റിൽ കയറിപ്പോയിട്ട് ഞാൻ വിളിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ട് വന്നത്. ആ ടൈം വരെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു. അഭിരാമി ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് നീതുവിൻ്റെ കൈ അഭിരാമിയുടെ കരണത്ത് പതിഞ്ഞു. നീ ആരാടി എന്നെ ഫോളോ ചെയ്ത് വരാൻ? മേല എൻ്റെ എന്തെങ്കിലും കാര്യത്തിൽ നീ ഇടപെടാൻ വന്നാൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ പോകും. അത് ചോദിക്കാൻ നീ ആരാ? കുറച്ച് അടുപ്പം കാണിച്ചെന്ന് കരുതി എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. അഭിരാമി ശരിക്കും പേടിച്ചുപോയി. ഇതുവരെ കാണാത്ത ഒരു മുഖമായിരുന്നു നീതുവിനപ്പോൾ. സോറി. പിന്നെ ഒന്നും മിണ്ടാതെ ഞാൻ കട്ടിലിൽ കയറി കിടന്നു. കരഞ്ഞ് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. വെളുപ്പിനെ 4 മണി. ഉറക്കം വിട്ട് നോക്കിയപ്പോൾ റൂമിൽ ലൈറ്റുണ്ട്. നീതു ചേച്ചി റെക്കോർഡ് ബുക്ക് എഴുതുവാണ്. ഞാൻ ഒന്നും മിണ്ടാതെ വാഷ്റൂമിൽ പോയി തിരിച്ചു വന്ന് കിടന്നു. കുറച്ച് കഴിഞ്ഞ് നീതു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് വിളിച്ചു. എടാ, ഞാൻ നിന്നെ അടിച്ചത് നിനക്ക് വേദനിച്ചോ? സോറി, അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ പറ്റിപ്പോയതാ, നീ അത് വിട്ടുകളാം. ഏയ് സാരില്ല, ഞാനങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ആ സോറിടാ, പെട്ടെന്ന് നീ എന്നെ ഫോളോ ചെയ്ത് വന്നെന്ന് കേട്ടപ്പോൾ. പിന്നെ അവിടെ നീ എന്നെ വെയിറ്റ് ചെയ്തെന്ന ടൈമിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ എന്ത് ചെയ്യും? ഈ രാത്രി വരെ എന്നെ കാത്തു നിൽക്കേണ്ട ആവശ്യം എന്താണ്? അത് ചേച്ചി, ഇതിനു മുമ്പും ഞാൻ ചേച്ചിയെ പല ആളുകളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരു സംശയം വെച്ചാൽ ഞാൻ വന്നത്. നീ ഉറങ്ങാൻ നോക്ക്, കൂടുതൽ ഭാരിച്ച കാര്യങ്ങൾ ആലോചിക്കണ്ട. ഞാൻ വീണ്ടും കിടന്നു. ചേച്ചി റെക്കോർഡ് എഴുതാനിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും ചേച്ചിയുടെ അടുത്ത് പോയിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ കഴുത്തിലെ ഒരു ചെറിയ പാട് ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ സംശയങ്ങൾ കൂടുതൽ ഉറപ്പിച്ചു. ഞാൻ ചേച്ചിയുടെ മുഖത്തേക്കടിച്ചിട്ട് പറഞ്ഞു, ഞാനത്ര പൊട്ടിയൊന്നുമല്ല. ചേച്ചി ഇന്നലെ എന്തിനു പോയതാണെന്ന് ചേച്ചിയുടെ ഈ പാട് കണ്ടാൽ എനിക്ക് മനസ്സിലാവും. നീതു ചേച്ചി പെട്ടെന്ന് മുടി കൊണ്ട് ആ പാടുകൾ മറച്ചു. ചേച്ചി, ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലാണ് കണ്ടിട്ടുള്ളത്.
എന്നിട്ട് ചേച്ചിക്ക് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് പുച്ഛം തോന്നുന്നു. മതി, ഇനി ചേച്ചിയായി ഒരു ഫ്രണ്ട്ഷിപ്പും എനിക്കില്ല. അഭിരാമി റൂം തുറന്ന് അവളുടെ ബാഗ് എടുത്ത് പോകാനായി നടന്നതും നീതു അവളെ പിടിച്ചു നിർത്തി. എനിക്ക് പറയാനുള്ളതും കൂടി കേട്ടിട്ട് പോയാൽ മതി നീ, അവൾ പറഞ്ഞു. വേണ്ട, ഇനി ചേച്ചിയുടെ ഒരു കാര്യവും എനിക്ക് കേൾക്കണ്ട. ആ, എനിക്ക് പോടി, പോയി എല്ലാവരോടും പറഞ്ഞു നടക്ക് ഈ നീതു ചീത്തയാണെന്ന്. ഇല്ല ചേച്ചി, ഈ കോളേജിൽ എന്നെ ചേർത്ത് നിർത്തിയ ഒരാൾ ചേച്ചിയാണ്. സോ ആ ചെറ്റത്തരം ഞാൻ കാണിക്കില്ല. പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ സ്വഭാവം എനിക്കൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കേട്ടതും നീതു ഓടി വന്ന് അഭിരാമിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ആ കരച്ചിലിൽ അഭിരാമിക്ക് നീതുവിനോടുണ്ടായിരുന്ന ദേഷ്യത്തിൽ കുറച്ച് അളവ് വന്നു. അഭി, പ്ലീസ്, നീ എന്നെ തള്ളിക്കളയരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ശരിയാണ് നീ മനസ്സിലാക്കിയത്. എനിക്ക് പല ബന്ധങ്ങളുമുണ്ട്. നീ വിചാരിച്ച പോലെ ഞാൻ വലിയ പണക്കാരി കുടുംബത്തിലെ കുട്ടിയൊന്നുമല്ല. നിന്നെപ്പോലെ തന്നെ പണത്തിൻ്റെ പേരിൽ ഒരുപാട് അപമാനവും നാണക്കേടും കുത്തുവാക്കുകളും കേട്ട ഒരാൾ തന്നെയാണ് ഞാൻ. വീട്ടിൽ ബുദ്ധിമുട്ടുകൊണ്ട് ക്യാഷിൻ്റെ ആവശ്യത്തിന് പലരെയും സമീപിക്കുമ്പോൾ പലരും സഹായിക്കും. അത് എന്നുള്ള സ്നേഹം കൊണ്ടല്ല. അങ്ങനെ എൻ്റെ നാട്ടിൽ നിന്നും ഈ നഗരത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത്, എവിടെയും ക്യാഷ് ഉണ്ടെങ്കിലേ നമ്മൾക്ക് അർഹിക്കുന്ന റെസ്പെക്റ്റ് കിട്ടും. ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ ഇന്നെൻ്റെ കയ്യിൽ പണമുണ്ട്. ആരും എന്നെ എവിടെ നിന്നും മാറ്റി നിർത്തില്ല. എൻ്റെ കയ്യിൽ പണമുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു മോശം സ്ത്രീയാണെന്ന് ആരും പറയുന്നില്ല. 4 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഈ ബാംഗ്ലൂർ നഗരത്തിൽ വന്നപ്പോൾ നിന്നെപ്പോലെ തന്നെ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് കൂട്ടുകാർ പോലും എന്നെ മാറ്റി നിർത്തി. പിന്നെ ഹോട്ടലിൽ വെയിറ്റർ ജോലിക്ക് പോയാണ് ഞാൻ ഈ ക്യാഷ് ഉണ്ടാക്കിയത്. അവിടെ നിന്നും കഴിഞ്ഞ 2 കൊല്ലത്തിൽ ഇന്ന് നീ എന്നെ കാണുന്ന ഈ നീതുവായത് ഈ ബാംഗ്ലൂർ സിറ്റിയിലുള്ള പല പണക്കാരുടെയും കൂടെ കിടന്നാണ്. ഇതിൽ എനിക്കൊരു കുറ്റബോധം തോന്നുന്നില്ല അഭി. ഞാൻ പോകുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ്. ഞാൻ ആരെയും ആ രീതിയിലും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്നില്ല. പിന്നെ ഈ കാലത്ത് ഏത് പെണ്ണാണ് താലി കെട്ടുന്ന പുരുഷന് വേണ്ടി മാത്രം എല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്? ഇവിടെ പഠിക്കാൻ വരുന്ന 90% പേരും ഏതെങ്കിലും ഒരാളെ സെറ്റായിട്ട് പഠിച്ചു കഴിയുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞാണ് ബാംഗ്ലൂർ വിടാറുള്ളത്. അവരെ തന്നെ എല്ലാവരും കല്യാണം കഴിക്കുന്നുണ്ടോ? അവർ പ്രേമമെന്ന പേരിൽ ചെയ്യുന്നത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഇത്രയും കാലം നീ എൻ്റെ കൂടെ നടന്നിട്ട് നിന്നെ ഞാൻ ഈ കാര്യം അറിയിച്ചോ? അല്ലെങ്കിൽ നിന്നോട് ചെയ്യാൻ പറഞ്ഞോ? ഒന്നുമില്ല. സോ ഇതെൻ്റെ ലൈഫാണ്, അത് ഞാൻ തീരുമാനിക്കും. നീ അനുഭവിച്ച കഷ്ടപ്പാട് തന്നെയാണ് ഞാനും അനുഭവിച്ചത് കുട്ടിക്കാലത്ത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ചേച്ചിയായി നിനക്ക് ഞാൻ എല്ലാം ഇവിടുന്ന് ചെയ്തു തന്നത്. ഇനിയും അങ്ങനെ തന്നെയാകും. ഈ കാരണം കൊണ്ട് നീ എന്നെ വെറുക്കരുത്. ഞാനിതെല്ലാം നിർത്തും. ഇപ്പോഴല്ല, ഈ പഠനമെല്ലാം കഴിഞ്ഞ് പുറനാട്ടിൽ പോയി ആഗ്രഹിച്ച പോലെ എല്ലാം നേടിയതിന് ശേഷം. അതുവരെ എനിക്കിത് തുടർന്നേ പറ്റൂ. കൂടുതലൊന്നും നീ എന്നോട് ചോദിക്കരുത്. നീതുവിൻ്റെ ഈ ഏറ്റുപറച്ചിൽ മുന്നിൽ ഒന്നും തിരിച്ചു പറയാതെ അഭിരാമി മൗനമായി നിന്നു. അഭിരാമി ഒന്നും മിണ്ടാതെ നേരെ കട്ടിലിൽ പോയി കിടന്നു. നീതുവിനും എന്തോ ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോയ ഒരു ഫീലായിരുന്നു. ഇത്രയും നാൾ അവൾ മനസ്സിൽ ആരോടും പറയാതെ വെച്ച രഹസ്യം ഒരു മഴ പെയ്ത് തോർന്ന പോലെ അവൾ മനസ്സിൽ നിന്നും ഇറക്കി വെച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ അഭിരാമിയും നീതുവും അധികം സംസാരിക്കാൻ നിന്നില്ല. അഭിയുടെ മനസ്സിൽ നീതു പറഞ്ഞ കാര്യങ്ങൾ തളം കെട്ടിക്കിടന്നു. പിന്നെ പയ്യെ അവൾ ആ കാര്യങ്ങൾ മനഃപൂർവ്വം മറന്നു. കാരണം അവൾക്ക് ഈ ബാംഗ്ലൂരിൽ ആകെയുള്ള കൂട്ട് നീതുവാണ്. പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറം ചേച്ചിയുടെ ആത്മബന്ധമുണ്ടായിരുന്നു. ശരിയാണ്, ആൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആൾ ചെയ്യുന്നു. അതുകൊണ്ട് തനിക്ക് ഇതുവരെ ഒരു രീതിയിലും പ്രശ്നങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് നീതു ചേച്ചിയെ മാറ്റി നിർത്തേണ്ടതെന്ന് അവൾ തീരുമാനിച്ചു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം എല്ലാം വീണ്ടും പഴയ പോലെ. ഏകദേശം ഒരു മാസം കഴിഞ്ഞു. ലീവായിട്ട് ഞങ്ങൾ 2 പേരും കൂടി നാട്ടിൽ പോവുകയാണ്. ട്രെയിനിൽ യാത്രക്കിടയിൽ ഒരു കോൾ വന്നു നീതു ചേച്ചിക്ക്. അപ്പുറത്ത് എന്താണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമല്ല. പക്ഷേ ചേച്ചിയുടെ ഉത്തരം കേട്ടാൽ തന്നെ അപ്പുറത്ത് എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹലോ, അയ്യോ, ഞാൻ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താ കണ്ടീഷൻ? ഓക്കെ, ക്ലയൻറ്റ് എങ്ങനെയുള്ള ടീമാണ്? ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ വിളിക്കാം കേട്ടോ. കോള് കട്ട് ചെയ്ത ഉടൻ തന്നെ അഭിരാമി കാര്യം തിരക്കി. ആരാ ചേച്ചി? അത് ബോസാണ്, ഒരു ചെറിയ ആവശ്യം. അഭി സൂക്ഷിച്ചൊന്ന് നോക്കി, പക്ഷെ ഒന്നും മിണ്ടിയില്ല.
അബിയുടെ നോട്ടത്തിൻ്റെ അർത്ഥം പിടികിട്ടിയ നീതു ഒരു വഷളൻ ചിരി മാത്രം നൽകി. നീതു മൊബൈലിൽ തിരിച്ചു പോകാനുള്ള ട്രെയിൻ നോക്കുവാന്ന് മനസ്സിലാക്കിയ അഭിരാമി മൊബൈൽ പിടിച്ചു വാങ്ങി. ചേച്ചി പ്ലീസ് വേണ്ട, നമ്മൾ കുറേ നാളിന് ശേഷമല്ലേ നാട്ടിൽ പോകുന്നത്, അതിൻ്റെ ഇടയിൽ ഇനി ഇത് വേണ്ട. എടി അത് നല്ലൊരു ടീമാണ്, ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ലീവ് എന്തായാലും 2 വീക്കുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടാണെങ്കിലും പോകാമല്ലോ. ചേച്ചി എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഈ യാത്രയിൽ വെച്ച് ഇനി തിരിച്ചു പോകരുത്. 3 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ കേരളമാകും. ഇവിടെ ചേച്ചി ആ പഴയ നീതു ആകണം. ബാംഗ്ലൂരിൽ ചേച്ചി എന്ത് വേണേലും കാണിച്ചോ, ഞാൻ ചോദ്യം ചെയ്യാൻ വരില്ല. നീതു കുറച്ചു നേരം മിണ്ടാതിരുന്നു. വീണ്ടും നീതുവിൻ്റെ മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങി. അത് നീതുവിനെ നേരത്തെ വിളിച്ച ബോസാണ്. 2 പേരും തമ്മിൽ ഒന്ന് നോക്കി. അബിയുടെ മനസ്സിൽ നീതു തൻ്റെ വാക്ക് കേൾക്കാതെ തിരിച്ചു പോകുമോ എന്ന ചിന്തയിൽ നീതുവിനെ തന്നെ നോക്കി. നീതു കോളെടുത്തു. ഹലോ സാർ, കേരളം അടുത്തു, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം, ഞാൻ വന്നിട്ട് കാണാം. അത് കേട്ടപ്പോൾ അബിക്ക് ഒരുപാട് സന്തോഷമായി. തൻ്റെ വാക്ക് കേട്ടതിൽ അവൾക്ക് ചേച്ചിയോട് വല്ലാത്ത സ്നേഹം തോന്നി. കോള് കട്ട് ചെയ്ത ഉടനെ അബി നീതുവിനെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ് ചേച്ചി, നിനക്കിപ്പോൾ ഹാപ്പി ആയില്ലേ? ഒരുപാട്. അബി ആ സന്തോഷത്തിൽ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അബിയുടെ മനസ്സിൽ ഒരു ചിന്ത വന്നത്. ചേച്ചി. എന്താടാ? ചേച്ചി ഞാൻ കാരണമെന്ന് ചേച്ചിക്ക് എത്ര രൂപയുടെ നഷ്ടം വന്നു? ആ ചോദ്യം സത്യം പറഞ്ഞാൽ അബിയുടെ അടുത്തുനിന്നും നീതു ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ലായിരുന്നു. നീതുവിൻ്റെ മുഖത്ത് അത് കാണുകയും ചെയ്തു. സോറി, ചോദിച്ചത് ഇഷ്ടമായില്ലെങ്കിൽ അത് വിട്ടേക്ക്. ഏയ്, അതിനേക്കാൾ വലുത് എനിക്ക് നീയല്ലേ. ഒരു ക്ലയൻറ്റ് പോയാൽ വേറെ വരും. ആ ഉത്തരം അബിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ആ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ചേച്ചി അടുത്ത ട്രെയിനിൽ കയറി തിരിച്ചു പോന്നിന്നുകൊണ്ട് ചോദിച്ചതാ. ഓ അങ്ങനെ. എന്താ, എത്രയാണെന്നറിഞ്ഞാൽ നീ തരുമോ ആ ഫണ്ട്? അത് എനിക്ക് ജോലിയൊക്കെ കിട്ടി വലിയ നിലയിലെത്തട്ടെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ദേ ഈ ഇരിക്കുന്ന 500 രൂപ മാത്രമേ ഉള്ളൂ. 2 പേരും ചിരിച്ചു. പറ ചേച്ചി, ഏകദേശം ഒരു കണക്ക് വെറുതെ അറിഞ്ഞിരിക്കാനാ. അതിപ്പോൾ ഡിപ്പെൻസ് ഓൺ കസ്റ്റമർ. എങ്കിലും ഒരു 30K തൊട്ട് 50K വരെ കിട്ടും. അത് കേട്ട് അഭിരാമിയുടെ കണ്ണ് തള്ളി. ഭ്രാന്താണോ ഇവർക്കൊക്കെ? ക്യാഷിനൊരു വിലയുമില്ല ഇവർക്ക്. ആടി, ഭ്രാന്ത് തന്നെയാണ്. ആ ഭ്രാന്തിനെ ചികിത്സിക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. ക്യാഷിൻ്റെ വില അറിയില്ല, അല്ലാതെ എന്ത് പറയാനാ? അബി പറഞ്ഞു. എൻ്റെ എല്ലാം VIP കസ്റ്റമേഴ്സാണ്, അല്ലാതെ ലോക്കൽ സെറ്റപ്പ് 2000-3000 ഇതിന് പോകുന്ന ടീംസ് അല്ല. ആ, നീ അത് വിട്, നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. നീതുവിൻ്റെ സ്ഥലമെത്തി തൃശ്ശൂർ. വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞ് അവർ യാത്ര പറഞ്ഞിറങ്ങി. അഭിരാമിക്ക് കോട്ടയം വരെ എത്തണമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം സബ്മിറ്റ് ചെയ്യേണ്ട പ്രൊജക്റ്റും സെമിനാർ ടോപ്പിക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനായി നീതുവിൻ്റെ പഴയ ലാപ്ടോപ്പ് അബി വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഡെയിലി സമയം പോലെ അമ്മയെ സഹായിച്ചു കഴിഞ്ഞ് അവൾ പ്രൊജക്റ്റിന് വേണ്ടത് ചെയ്യുമായിരുന്നു. ഒരു ദിവസം രാത്രി അവൾ ചെയ്തു വെച്ച പ്രൊജക്റ്റ് ഫയൽ ഒരെണ്ണം മിസ്സായിട്ട് ആ ലാപ്പിലെ ഫയൽ മുഴുവൻ തപ്പാൻ തുടങ്ങി. അങ്ങനെ തപ്പി പോയപ്പോൾ തൻ്റെ കോളേജിൻ്റെ പേരിലൊരു ഫയൽ കണ്ടു. ഇനി അബദ്ധവശാൽ ഫയൽ ഇതിൽ മാറി സേവായി കാണുമോ എന്ന് നോക്കാൻ ആ ഫയൽ ഓപ്പൺ ചെയ്തു. അതിൽ കുറേ ഡോക്യുമെൻറ്റ്സും പിന്നെ കുറേ വീഡിയോസുമായിരുന്നു. ഞാൻ അതിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്തു. ഏകദേശം 1.5 മണിക്കൂറുള്ള ഒരു വീഡിയോ. അത് ഫുൾ ബ്ലാക്ക് ഔട്ടാണ്. ഞാൻ കുറച്ച് നീക്കി നോക്കി. പെട്ടെന്ന് ആ വീഡിയോ ഓപ്പണായി. ആ വീഡിയോ കണ്ട് അബി നെട്ടിപ്പോയി. അങ്ങനെ ക്ഷീണിച്ച് അഭിരാമി ഉറക്കത്തിലേക്ക് വഴുതി വീണു. അടുത്ത ദിവസം രാവിലെ 7 മണി. അഭിരാമി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ചുറ്റും നോക്കി. താൻ ഇന്നലെ കണ്ടത് സ്വപ്നമായിരുന്നു എന്ന് അവളൊരു നിമിഷം ആലോചിച്ചു. ഞാൻ ഇന്നലെ നടന്നതെല്ലാം ഒരിക്കൽ കൂടി ഓർത്തു. അപ്പോൾ തന്നെ എനിക്ക് വീണ്ടും എന്തൊക്കെയോ അനുഭവപ്പെടാൻ തുടങ്ങി. തൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനത്തെ ഒരു അനുഭവം. പക്ഷെ എന്തോ അത് തനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായി. അങ്ങനെ അവൾ അമ്മയുടെ അടുത്ത് പോയി. അന്നത്തെ ദിവസം ചെയ്യേണ്ട ജോലികൾ ചെയ്ത് രാത്രി വന്ന് അവൾ ലാപ്ടോപ്പ് വീണ്ടും ഓപ്പൺ ചെയ്തു. ലാപ്പ് കയ്യിലെടുത്തപ്പോൾ തന്നെ ഇന്നലത്തെ കാര്യം അവൾക്ക് ഓർമ്മ വന്നു. എങ്കിലും മൈൻഡ് മാറ്റി
പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരം എൻ്റെ മനസ്സ് വീണ്ടും ഇന്നലെ കണ്ടത് വീണ്ടും കാണാൻ കൊതിച്ചു. ഏയ് വേണ്ട, അത് ശരിയല്ല. താൻ നീതു ചേച്ചിയുടെ ഈ രീതിയിലെ വീഡിയോ കാണുന്നത് ഒട്ടും ശരിയല്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. അങ്ങനെ ഒന്നും വേണ്ട എന്ന് വെച്ച് കിടന്നുറങ്ങി. പക്ഷേ അധിക ദിവസം എനിക്കത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയം എൻ്റെ മനസ്സിൽ ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. അവസാനം ഞാൻ ലാപ്പിൽ വീണ്ടും നീതു ചേച്ചിയുടെ വീഡിയോ എടുത്തു വെച്ച് അങ്ങ് തുടങ്ങി. എന്നാൽ ഞാൻ എല്ലാ വീഡിയോയും കാണാൻ ശ്രമിച്ചില്ല. 2 വീഡിയോ മാത്രമാണ് ഞാൻ തുടർച്ചയായി കണ്ടത്. അതിൽ 2ഉം ഒരാൾ തന്നെയായിരുന്നു നീതുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവധി കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകാൻ എല്ലാം റെഡിയാക്കി. ലാപ്പ് തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പായി ഞാൻ സ്ഥിരം കണ്ട 2 വീഡിയോ ഫോണിലേക്ക് മാറ്റുകയും ചെയ്തു. വീണ്ടും ഞാൻ കോളേജ് ലൈഫിലേക്ക് മുഴുകി. ഞാൻ നീതു ചേച്ചിയോട് കണ്ടതൊന്നും മിണ്ടാൻ പോയില്ല. അതിന് കാരണം നീതുവിൻ്റെ കയ്യിൽ നിന്നും പണ്ട് കിട്ടിയ അടി തന്നെയായിരുന്നു. തിരക്കിനിടയിൽ പിന്നെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ മറക്കാൻ തുടങ്ങി. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം അവരെ പഠിപ്പിക്കാൻ ഒരു പുതിയ സാറ് വന്നു. പേര് സൂര്യ. ആ കോളേജിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സാറായിരുന്നു അത്. ഒരു 26-27 അത്രയേ ഉള്ളൂ. ഏറ്റവും വലിയ കാര്യം ആൾക്ക് മലയാളം അറിയാം. അവിടെയുള്ള സകല പെൺകുട്ടികളെയും സംസാര വിഷയമായി സാറ്. പക്ഷേ എനിക്കതിലൊന്നും താല്പര്യമില്ല. അതിന് കാരണം എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളായി കടന്നുപോയിക്കൊണ്ടിരുന്നു. സെം റിസൾട്ട് വന്നു. ഭാഗ്യം കൊണ്ട് എല്ലാം പാസ്സായി. ടീച്ചേഴ്സിന് ആ കാര്യത്തിൽ സന്തോഷമായി. കാരണം ക്ലാസ്സിൽ ഓൾ പാസ്സായ കുട്ടികളിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ആഴ്ചയിൽ നീതു ചേച്ചിയോടൊപ്പം വീക്കെൻഡ്സിന് പുറത്തുപോയി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റ് ഇരിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു വിളി. ഹലോ. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് സൂര്യ സാർ. ഹായ് സാർ. എന്താണ്, ഹോസ്റ്റൽ ഫുഡ് കഴിച്ച് മടുത്തോ? അതാണോ ഇവിടെ വന്നിരിക്കുന്നേ? സാറ് ചോദിച്ചു. അതിന് മറുപടി നീതു ചേച്ചിയാണ് പറഞ്ഞത്. അവൾ ഏത് ഫുഡ് കഴിച്ചാലും ഒരു കുറവും പറയില്ല സാർ. ഇത് ഞാനായിട്ടാ ഇവളെ വിളിച്ചുകൊണ്ട് വന്നത്. ഫുൾ പാസ്സായില്ലേ, അതിൻ്റെ ഒരു സന്തോഷത്തിന്. ആഹാ, പറഞ്ഞ പോലെ അങ്ങനൊരു കാര്യമുണ്ടല്ലോ. എന്നാൽ പിന്നെ ഞാനും കൂടട്ടെ? സാറ് ചോദിച്ചു. ആ, അതിനെന്താ സാർ? അങ്ങനെ കോളേജുകാരൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ സംസാരം നീണ്ടു. ഇവിടുത്തെ ഫുഡൊക്കെ വരാൻ ലേറ്റ് ആവുന്നത് സ്ഥിരം പതിവായതുകൊണ്ട് ആർക്കും പരാതിയില്ലാതെ സംസാരിച്ചിരിക്കും. ബില്ല് വന്നപ്പോൾ നീതു എടുത്ത് കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ സൂര്യ ചോദിച്ചു, ഇത് അഭിരാമിൻ്റെ ട്രീറ്റ് അല്ലേ? എന്നിട്ട് താനെന്തിനാ കൊടുക്കുന്നേ? ആ, അവളുടെ വീക്കെൻഡ്സ് ചിലവെല്ലാം എൻ്റെ വകയാണ്. ഓ അങ്ങനെയാണോ? എങ്കിൽ പിന്നെ ഈ ബില്ല് ഞാൻ കൊടുക്കാം. അയ്യോ വേണ്ട സാർ, അഭിരാമി പറഞ്ഞു. ആ, അത് ശരിയല്ല. നിങ്ങളുടെ അടുത്ത് ക്ഷണിക്കപ്പെടാതെ വന്നത് ഞാനാണ്. അതുകൊണ്ട് ഈ ബില്ല് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കാണ്, സാറ് പറഞ്ഞു. 10 മിനിറ്റ് തർക്കത്തിന് ശേഷം സൂര്യയുടെ വാശിക്ക് മുന്നിൽ അവർ രണ്ടുപേരും തോറ്റുകൊടുത്തു. സൂര്യ അവിടുന്ന് ബൈ പറഞ്ഞു പോയി. ചേച്ചി, എന്നാലും സാറ് ബില്ല് കൊടുത്തത് ശരിയായില്ല. ഷെടാ, നീ പറയുന്ന കേട്ടത്തൊന്നും ഞാനായിട്ട് കൊടുപ്പിച്ചതാണെന്ന്. അല്ല, ചേച്ചി സാറ് പഠിപ്പിക്കുന്നുണ്ടോ? ഏയ് ഇല്ല, പക്ഷെ അറിയാം. അല്ലേലും ക്ലാസ്സിലെ പിള്ളേർ മുഴുവൻ സാറിൻ്റെ ഫാൻസാണല്ലോ. എന്താ മോളെ, നീയും ഫാനാണോ? നീതു ചേച്ചി ചോദിച്ചു. നമ്മളൊന്നും ആരുടെയും ഫാനും അല്ല ലൈറ്റും അല്ല. ചുള്ളനാണ്. വേണമെങ്കിൽ ഒരു കൈ നോക്കിക്കോ. വൈസ് പ്രിൻസിപ്പൽ ബാല സാറിൻ്റെ മകനാണ്. അത് കേട്ട് അഭിരാമി ഒന്ന് നെട്ടി. എന്താടി ഒരു നെട്ടൽ? ചേച്ചി ചോദിച്ചു. അയ്യോ, എനിക്കറിയില്ലായിരുന്നു ബാല സാറിൻ്റെ മോനാണെന്ന്. ആൾ നല്ലതുപോലെ മലയാളം പറയുന്നുണ്ടല്ലോ. ആ, അത് അമ്മ മലയാളിയാണ്. അവരും കോളേജ് പ്രൊഫസറാണ്, വേറെ കോളേജിലെ. ഇതൊക്കെ ചേച്ചിക്ക് എങ്ങനെ അറിയാം? ഞാൻ ചോദിച്ചു. ഈ ചുള്ളൻ സാറിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ മോളെ ഒരു പെണ്ണായിരിക്കുന്നേ? രണ്ടുപേരും അത് കേട്ട് ഒരുമിച്ച് ചിരിച്ചു. ആ ദിവസം ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടന്നു. അന്നത്തെ ആ ലഞ്ചിന് ശേഷം സൂര്യ സാർ നല്ല കമ്പനിയായി, അഭിരാമിയായിട്ടും നീതുവായിട്ടും. അങ്ങനെ പോകെ സൂര്യക്ക് അഭിരാമിയിൽ ഒരിഷ്ടമുണ്ടെന്ന് നീതു മനസ്സിലാക്കി.
ഒരു ദിവസം അഭിരാമി ഇല്ലാത്തപ്പോൾ സൂര്യ സാറിനെ കണ്ട് നീതു അത് ക്ലിയർ ചെയ്തു. സാർ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താടോ? അത് കുറച്ച് പേഴ്സണലാണ്. നമുക്ക് വൈകിട്ട് കോളേജ് കഴിഞ്ഞ് ഒരു കഫേയിൽ കാണാം, നീതു പറഞ്ഞു. അങ്ങനെ അവർ കഫേയിലെത്തി. എന്താടോ, എന്താ സംസാരിക്കണുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഒന്നും മിണ്ടുന്നില്ലേ? അത് സാർ, ഒരു ഡൗട്ടാണ്. കുറേ നാളായി തുടങ്ങിയിട്ട്. അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല. ആണോ? എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോ. അത് സാർ സിംഗിൾ അല്ലേ? അതാണോ തൻ്റെ ഡൗട്ട്? ഒന്ന് പറ സാർ. ആണെങ്കിൽ സാറിന് അഭിരാമിയോട് ഒരു താല്പര്യമുള്ള പോലെ ഒരു തോന്നൽ, അതൊന്ന് ക്ലിയർ ചെയ്യാൻ ചോദിച്ചതാ. ആ ചോദ്യം കേട്ടതും സൂര്യ ഒന്ന് പതറി. ഒരു കള്ളച്ചിരി അവൻ്റെ മുഖത്ത് മിന്നിമാഞ്ഞു. സാർ പറ. ഏയ്, അങ്ങനെയൊന്നുമില്ല. തനിക്ക് വെറുതെ തോന്നുന്നതാണ്. തോന്നിയതുകൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചത്. അങ്ങനെ വല്ലതും സാറിന് അവളോടുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ച് ചോദിച്ചതാ. അത് കേട്ട് സൂര്യയുടെ മുഖത്ത് ഒരു ബൾബ് കത്തി. ശരിക്കും? സാർ ചോദിച്ചു. ആ, അപ്പോൾ എൻ്റെ ഊഹം കറക്റ്റാണല്ലേ? ആ, ഏറെക്കുറെ. പക്ഷേ പുറത്തൊരു മനുഷ്യനോട് നീ ഇത് പറയരുത്. ഏയ് ഇല്ല സാർ, എനിക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി തോന്നുന്നുണ്ടത് സാറിന് അവളുടെ കാര്യത്തിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ എന്ന്. എടോ, മിസ്റ്റേക്ക് ഒന്നുമില്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ്. പക്ഷേ സാറേ, അവളുടെ അടുത്ത് പ്രേമെന്ന് പറഞ്ഞ് ചെന്നാൽ പരിപാടി വർക്കൗട്ട് ആകില്ല. അതും പഠിപ്പിക്കുന്ന സാറ്, നീ ഇത് പറഞ്ഞു. ആ, അതെനിക്കും അറിയാം. അതാ ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത്. അവളെപ്പറ്റി ചെറിയൊരു സ്കെച്ച് ഞാൻ തന്നിട്ടുള്ളതല്ലേ? ആടോ, എനിക്കവളുടെ എല്ലാ കാര്യവും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത്, സൂര്യ പറഞ്ഞു. ആ, സാറത്രയ്ക്ക് സീരിയസ് ആണെങ്കിൽ ഞാൻ വേണേ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഉറപ്പാണോ? അതിപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അതവളുടെ മനസ്സിൽ എന്താണെന്ന് നോക്കട്ടെ. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ ബാക്കി നോക്കിയാൽ പോരെ. എന്തായാലും അവളുടെ അടുത്ത് ഭയങ്കര പ്രേമം കൊണ്ട് ചെന്നാൽ ഇപ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പ് അവൾ വേണ്ടെന്ന് വെച്ചാലോ. സോ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നീതു അഭിരാമിയുടെ മനസ്സിൽ സൂര്യ സാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവളുടെ മനസ്സിലേക്ക് പ്രണയത്തിൻ്റെ വിത്ത് വിതച്ചു കൊടുത്തു. അങ്ങനെ 3-4 മാസത്തെ നീതുവിൻ്റെയും സൂര്യയുടെയും ശ്രമം വിജയിച്ചു. ഞാൻ സൂര്യ സാറുമായി പ്രണയത്തിലായി. കോളേജിൽ നീതുവിനല്ലാതെ ഒരാൾക്കും ഞങ്ങളുടെ പ്രേമം അറിയില്ല. അത്രയ്ക്ക് സീക്രട്ടായിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു ദിവസം വീക്കെൻഡിൽ സൂര്യ അവളെയും കൊണ്ട് ഒരു റൂമെടുത്തു. അവിടെ നിന്നും അവർ സംസാരിക്കുന്നിടയ്ക്ക് സൂര്യ കുസൃതികൾ ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ഞാനത് കണ്ടില്ലെന്ന് വെച്ചു. പക്ഷേ അവൻ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങാൻ വന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഓ, അപ്പോൾ ഇതായിരുന്നു അല്ലേ നിൻ്റെ മനസ്സിൽ? അതിനുവേണ്ടിയായിരുന്നു നീ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞു. അഭി, എനിക്കൊന്നും കേൾക്കണ്ട. അതും പറഞ്ഞ് ഞാൻ വേഗം ഡ്രസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അഭി, പ്ലീസ് പോകല്ലേ. ഞാൻ അവൻ്റെ കർണത്ത് ഒരടി കൂടി കൊടുത്ത് ഇറങ്ങി വന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പോൾ അത്രയും എന്തിനാണ് ഓവർ റിയാക്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും സൂര്യക്കത് വലിയൊരു ഷോക്കായിപ്പോയി. പിന്നെയുള്ള ഒരാഴ്ച ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല. പലതവണ അവൻ എന്നെ കോണ്ടാക്ട് ചെയ്തു. എങ്കിലും ഞാൻ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ഞങ്ങളുടെ ഇടയിലെ പ്രോബ്ലം എന്താണെന്ന് നിധു ചേച്ചി ചോദിച്ചിട്ടും ഞങ്ങൾ രണ്ടുപേരും അത് പറയാൻ നിന്നില്ല. ആ വീക്കെൻഡ് ഞങ്ങൾ തമ്മിൽ കണ്ടില്ല. അത് ശരിക്കും സൂര്യക്ക് നല്ല വിഷമമായി. അടുത്ത ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ അതവൻ്റെ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടൈം പെട്ടെന്നൊരു സ്റ്റാഫ് വന്ന് സൂര്യ സാറിനെ മാറ്റി നിർത്തി എന്തോ പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് സൂര്യ പറഞ്ഞു, അഭിരാമി, നിൻ്റെ നാട്ടിൽ നിന്നും വിളി വന്നു. പെട്ടെന്ന് HOD റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ HOD ലീവ് ഫോമും ഔട്ട് പാസും എടുത്തു തന്നു പറഞ്ഞു. അഭിരാമി, വീട്ടിൽ നിന്നും വിളി വന്നു. അമ്മയ്ക്ക് സുഖമില്ല, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എനിക്ക് മിന്നലടിച്ച പോലെ ഒരു ഫീലായിരുന്നു. ഞാൻ ടെൻഷനടിച്ച് ഹോസ്റ്റലിൽ പോയി മൊബൈലെടുത്ത് വിളിച്ചപ്പോൾ അങ്കിളാണ് കോൾ എടുത്തത്. ഹലോ അങ്കിൾ, എന്താ പറ്റിയ അമ്മയ്ക്ക്? എന്നോട് എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? നീ വാ മോളെ,
പേടിക്കാനൊന്നുമില്ല. അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ്. പിന്നെ ഒന്നും നോക്കില്ല, നാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അമ്മയെ കണ്ടപ്പോഴാണ് സത്യം അറിയുന്നത്. ആക്സിഡൻറ്റിൽ അമ്മയ്ക്ക് നല്ല പരിക്ക് പറ്റി. അമ്മയ്ക്ക് ഇനി പഴയ പോലെ ജോലിക്ക് പോകണമെങ്കിൽ 6,00,000 രൂപയുടെ ഓപ്പറേഷൻ ചെയ്യണം. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നതുപോലെ ഇപ്പോഴുള്ള കടങ്ങൾ താങ്ങാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഇതും കൂടി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്നും സൂര്യയും നീതുവും അമ്മയെ കാണാൻ വന്നു. അബി, നീ പേടിക്കണ്ട, എന്തുണ്ടെങ്കിലും ഞങ്ങളുണ്ട് കൂടെ. ഞാൻ സൂര്യയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽ ബില്ല് സൂര്യ കൊടുത്ത് സെറ്റിൽ ചെയ്തു. കുറച്ച് ക്യാഷ് നീതു ചേച്ചി എന്നെ ഏൽപ്പിച്ചു. എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. നാട്ടുകാരുടെയും പിന്നെ ഇടിച്ച വണ്ടിക്കാരനും കുറച്ച് ക്യാഷ് തന്ന് സഹായിച്ചതുകൊണ്ട് അമ്മയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റി. വീട്ടിൽ വന്ന് 1 മാസം ഞാൻ അമ്മയെ നോക്കാൻ നിന്നു. ആ 1 മാസം കൊണ്ട് വീട്ടിലെ സ്ഥിതി കൂടുതൽ കുഴപ്പത്തിലാവുന്നത് ഞാൻ കണ്ടു. മോളെ അഭിരാമി, നീ ഇനി ഇവിടെ നിൽക്കണ്ട. നിന്നാൽ നിന്റെ പഠിത്തം ശരിയാകില്ല. നീ തിരിച്ചു പോവാൻ നോക്ക്. അത് അമ്മേ, ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാ പോവാ? അതുമല്ല, ഞാൻ പഠിത്തം നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു. മോളെ, അത് വേണ്ട. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഒരിക്കലും പഠിത്തം വേണ്ടെന്ന് വെക്കണ്ട. എനിക്ക് ആകെയുള്ള പ്രതീക്ഷ നിന്നിലാണ്. ഈ അമ്മയ്ക്ക് വേണ്ടി മോളത് പൂർത്തീകരിച്ച് നല്ല നിലയിലെത്തണം. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഞാനന്ന് രാത്രി അമ്മയോടൊപ്പം കിടന്നു. അന്ന് രാത്രി സൂര്യോട് സംസാരിച്ചപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷേ അമ്മയുടെ അവസ്ഥ എങ്ങനെ തരണം ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഞാൻ കോളേജിലേക്ക് തിരിച്ചുപോയി. ഇടയ്ക്കിടയ്ക്ക് പിന്നെ നീതു ചേച്ചിയോട് ക്യാഷ് വാങ്ങേണ്ട അവസ്ഥ വന്നു. എനിക്കതിൽ നല്ല വിഷമമുണ്ടെങ്കിലും അമ്മയുടെ മുഖം ഓർക്കുമ്പോൾ മറ്റൊന്നും ആലോചിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഹോസ്റ്റലിലിരിക്കുമ്പോൾ ഒരു കോൾ വന്നു. അമ്മായിയായിരുന്നു അത്. എടി എണ്ണം കെട്ടവളെ, നിന്നെയും നിന്റെ തള്ളയും കാരണം ഒരു സമാധാനവും ഇല്ലല്ലോ. നിന്റെ അമ്മ കിടന്ന കിടപ്പിൽ നിന്നും എഴുന്നേക്കാത്തത് കൊണ്ട് എൻ്റെ കെട്ടിയവനാണ് തൊല്ല. അമ്മായി, കാര്യം പറ. ബാങ്കിൽ നിന്നും വിളിച്ചു. 3 മാസമായി അടവ് തെറ്റിയിട്ട്. ഇനിയും അടച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ആ വസ്തുവായിരിക്കും ബാങ്കുകാർ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നത്. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്കിവിടെ 2 പെമ്മക്കൾ വളർന്നു വരുന്നേ. വെറുതെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ നീ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. എന്തായാലും കിടപ്പിലായ നിന്റെ അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെനിക്കറിയാം. അതാ ഞാൻ നിന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ശരി അമ്മായി, ഞാൻ വേണ്ടത് ചെയ്തോളാം. അന്ന് രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു കരഞ്ഞ് നേരം വെളുപ്പിച്ചു. അമ്മയ്ക്ക് കൊടുത്ത വാക്കും എന്നാൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ സാഹചര്യവും എന്നെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. അങ്ങനെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചു. നീതു ചേച്ചിയുടെ 2 വീഡിയോ പഴയതിരുന്ന് കണ്ടു. 2 ദിവസം അത് കണ്ട് മനസ്സിനെ പാകപ്പെടുത്തി. ഇതിനിടയിൽ അമ്മ വിളിച്ചു. മോളെ, നീ ഒരിക്കലും പഠിപ്പ് നിർത്തി വരരുത് എന്നും പറഞ്ഞ് കരഞ്ഞു. അങ്ങനെ ഞാൻ നീതു ചേച്ചിയെ കോൾ ചെയ്തു. നേരിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടു. എന്താടാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്നെ കണ്ടതും ചേച്ചി ചോദിച്ചു. ചേച്ചി, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഫോണിൽ കൂടി പറഞ്ഞാൽ ശരിയാകില്ലെന്ന് തോന്നി. അതാ ഞാൻ നേരിൽ കാണണമെന്ന് പറഞ്ഞത്. എന്താടാ, നീ കാര്യം പറ. ക്യാഷിന് വല്ല ആവശ്യമുണ്ടോ? ഉണ്ട് ചേച്ചി. എത്രയാ വേണ്ടത്? എനിക്ക് എല്ലാം കൂടി 35 ലക്ഷം വേണം. ചേച്ചിയെ കൊണ്ട് തരാൻ പറ്റുമോ? അത് ഇത്രയും വലിയ എമൗണ്ട് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ കാണില്ലടാ. അപ്പോൾ എത്ര നാൾ ചേച്ചി എന്നെ സഹായിക്കും? നീ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും. ചേച്ചി, എത്ര വലിയ ബന്ധമായാലും ക്യാഷിൻ്റെ കാര്യം വരുമ്പോൾ ഒരു ലിമിറ്റ് വേണം. ഇല്ലെങ്കിൽ നല്ലൊരു ബന്ധം അവസാനിക്കാൻ അത് മതി. പിന്നെ ചേച്ചിയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഏയ്, അതൊന്നും സാരമില്ല. നീ ഇപ്പോൾ അതൊന്നും ആലോചിക്കണ്ട. വേണം ചേച്ചി, ഞാൻ ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം തീരുമാനിച്ചേ. പക്ഷേ അതിന് ചേച്ചി എന്നെ സഹായിക്കണം. ഞാൻ പറഞ്ഞു. എന്താ, എന്ത് സഹായം? നിനക്ക് വല്ല ജോലി റെഡിയാക്കി തരണോ ഞാൻ? അതെ. ആ, ഞാൻ നോക്കട്ടെ പാർട്ട് ടൈമായി ചെയ്യാൻ പറ്റുന്ന ജോലി ഉണ്ടോ എന്ന്. ചേച്ചി, ഇവിടെയുള്ള കഫേയിൽ ജോലി ചെയ്താൽ കൂടിപ്പോയാൽ അതിന് 15,000 രൂപ കിട്ടും. അതുകൊണ്ട് ഒന്നും ആകില്ല. അതുകൊണ്ട് എന്നെ ചേച്ചിയുടെ കൂടെ ചേർക്കാമോ?
ഇത് കേട്ട് നീതു ചേച്ചി എന്നെ തല്ലാൻ കൈയോങ്ങി. നിർത്തിക്കോ, ഇതുപോലത്തെ വേണ്ടാത്തതും മനസ്സിൽ ചിന്തിക്കേ വേണ്ട. വേണ്ടാത്തത് ചിന്തയല്ല, ഞാൻ ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എടി, നീ എന്തായി പറയുന്നേ? നിനക്ക് നല്ലൊരു ഭാവിയുള്ളതാണ്, അത് നീ വെറുതെ ഇല്ലാതാക്കരുത്. എന്ത് ഭാവിയാ ചേച്ചി? ജീവിക്കണോ മരിക്കണോ എന്ന് പോലും അറിയാതെ നിൽക്കുക ഞാൻ. 3-4 മാസമായി ലോൺ അടച്ചിട്ട്. ഇപ്പോൾ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ്, എൻ്റെ പഠിത്തം. ഇന്നലെ അമ്മായി വിളിച്ചു. ഞങ്ങൾ കാരണം അവരുടെ വീട് ജപ്തി ചെയ്യേണ്ട അവസ്ഥയാവുന്നു. അവർക്ക് മക്കളുണ്ടെന്നും പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞു. എന്നെ സഹായിക്കാൻ നിൽക്കുന്നവർക്കെല്ലാം ഞാൻ കാരണം ബാധ്യതയാണ് വരുന്നത്. സോ ഈ തീരുമാനം ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്തതാണ്. എടി, അപ്പോൾ സൂര്യ സാറോ? ആ കാര്യത്തിൽ മാത്രമാണ് ചേച്ചി എനിക്ക് സങ്കടം. ഞാൻ ബ്രേക്കപ്പ് ചെയ്യാൻ പോവാ. എടി വേണ്ട, ഞാനും സൂര്യ സാറും കൂടി ഞങ്ങളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാം. ചേച്ചിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അത് പറ. ചേച്ചി എന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് മരിക്കുക എന്ന ഓപ്ഷൻ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. സൂര്യയെ എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതിക്കോളാം. അവന് എന്നേക്കാൾ നല്ല കുട്ടിയെ കിട്ടും. ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അപ്പോൾ നീ അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ചേച്ചിയും കടം കൊണ്ട് പൊറുതിമുട്ടിയപ്പോഴല്ലേ അമ്മയെ സഹായിക്കാൻ ഈ കാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. സോ പ്ലീസ് ചേച്ചി, എൻ്റെ കൂടെ നിൽക്കണം. അഭിരാമി, നീ എനിക്ക് അനിയത്തെ പോലെയാണ്. നീ ഞാൻ ചെയ്ത തെറ്റ് ഒരിക്കലും ചെയ്യരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഇല്ല ചേച്ചി, എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് മുന്നിൽ ഞാൻ എന്ത് ചെയ്താലും ശരികൾ മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഞാനും എൻ്റെ അമ്മയും കാരണം ഞങ്ങളെ സഹായിച്ചവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. എടി, നീ ശരിക്കും ആലോചിക്കുക. ഒരിക്കൽ നീ ഇതിൽ വന്നുപെട്ടാൽ പിന്നെ നിനക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല. ചേച്ചിയല്ലേ പറഞ്ഞേ പഠിത്തം കഴിഞ്ഞ് ഈ രാജ്യം വിട്ടാൽ ഈ കാര്യം നിർത്തുമെന്ന്? അത് നേരാണ്. പക്ഷേ അത്രയും കാലം നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ പോലും നമുക്കതിന് സാധിക്കില്ല. അത് സാരില്ല ചേച്ചി, ഞാൻ പറഞ്ഞു. 2 ദിവസം ഞാൻ നിനക്ക് ആലോചിക്കാൻ തരാം. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അപ്പോൾ പറ, എന്നിട്ട് ബാക്കി ആലോചിക്കാം. നീ ഇത് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നറിഞ്ഞ നീതു ചേച്ചി അവസാനം മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ഞാൻ സൂര്യയെ പയ്യെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. 3 ദിവസം കഴിഞ്ഞ് നീതു ചേച്ചി എന്നെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ഡി, നിനക്കെന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല ചേച്ചി, എത്ര തവണയെ ഞാനിത് പറയുന്നു. എങ്കിൽ നിനക്കെന്തെങ്കിലും ഡിമാൻഡുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ 2 പേരുമല്ലാതെ പുറത്തൊരാൾ ഇതറിയാൻ പാടില്ല. പ്രത്യേകിച്ച് സൂര്യ. അവനത് സഹിക്കില്ല. അത് മാത്രമല്ല, അവൻ്റെ മുന്നിൽ ഞാനൊരു മോശം പെൺകുട്ടിയായി നിന്നാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല. പിന്നെ ചേച്ചി എന്ന് പറഞ്ഞ പോലെ നല്ല ക്യാഷ് കിട്ടുന്ന ആൾക്കാരാകണം. കാരണം അധിക നാൾ എനിക്കത് ചെയ്യാൻ ആഗ്രഹമില്ല. എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും പഴയ പോലെ ആക്കണം. ശരി, ഞാൻ എന്തായാലും സംസാരിച്ചതിനോട് പറയാം. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഒരിക്കൽ ഇതിലേക്ക് വന്നാൽ പിന്നെ ഒന്ന് മടങ്ങിപ്പോവാൻ നിനക്ക് പറ്റില്ല. സൂര്യയുടെ കോൾ അഭിരാമിയുടെ മൊബൈലിൽ വരുന്നത് നീതു കണ്ടു. ദേ, സൂര്യ വിളിക്കുന്നു. വേണ്ട, എടുത്താൽ ശരിയാകില്ല. എൻ്റെ മനസ്സ് മാറിപ്പോകും. എൻ്റെ കണ്ണ് നിറയുന്നത് നീതു ചേച്ചി കണ്ടു. ഒന്നും മിണ്ടാതെ ചേച്ചി പോയി. അന്ന് രാത്രി ചേച്ചിയുടെ മെസ്സേജ്: നാളെ രാവിലെ 11 മണി, റെഡിയായി നിൽക്കുക. അങ്ങനെ രാവിലെ ചേച്ചി കാറിൽ വന്ന് എന്നെ കൊണ്ടുപോയി. ഞങ്ങളുടെ ഇടയിൽ തീർത്തും മൗനം. നേരെ ചെന്ന് നിന്നത് ഒരു ഫ്ലാറ്റിൻ്റെ മുന്നിലായിരുന്നു. 5th ഫ്ലോറിലേക്ക് ലിഫ്റ്റിൽ കയറി. എൻ്റെ ഹൃദയം പടപട ഇടിക്കാൻ തുടങ്ങി. ആരെയാണ് കാണാൻ പോകുന്നതെന്ന ഒരു നിശ്ചയവുമില്ല. ലിഫ്റ്റ് ഇറങ്ങി 507 ഡോറിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നതിന് മുമ്പായി ചേച്ചി എന്നെ മാറ്റി നിർത്തി ഒരിക്കൽ കൂടി ചോദിച്ചു: അഭിരാമി, ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തിരിച്ചു പോകാം. പക്ഷേ ഈ വാതിലിനകത്ത് നീ കയറിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരിക്കലും ആ പഴയ ജീവിതം കിട്ടില്ല. ഇല്ല ചേച്ചി, ഞാൻ ശരിക്കും ആലോചിച്ചാണ്. ചേച്ചി, ആ പഴയ ജീവിതം എനിക്ക് ശരിക്കും മടുത്തു. എനിക്കിനി വേണ്ടത് പണം തരുന്ന സന്തോഷമാണ്, സമാധാനമാണ്. ഒരിക്കലും ഞാൻ ഈ കാര്യത്തിൽ ചേച്ചിയെ കുറ്റപ്പെടുത്തില്ല. അവസാനം ഡോർ ബെല്ലടിച്ച് വാതിൽ തുറന്നു. ഗുഡ് മോർണിംഗ്, അകത്തേക്ക് വാ. നീതു ചേച്ചിയുടെ പിന്നിൽ നിന്നും ഞാൻ മുന്നിലേക്ക് നോക്കിയതും ശരിക്കും ഞെട്ടിപ്പോയി.